ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. കോൾ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇതിനു മുമ്പ് പല രീതിയിലുള്ള മെത്തേഡുകൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കാണുക, അപ്ലൈ ചെയ്ത് നോക്കുക. ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അതിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം. ഒന്ന്, ഒരു പൊട്ടുന്ന ടൈപ്പ് ഗ്ലാസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്നൊക്കെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത് നമുക്കിത് ചെയ്യാൻ വേണ്ടി വേണ്ടത് ഒരു ക്യാൻഡിലാണ്, പിന്നെ അത് കത്തിക്കാനുള്ള ഒരു തീപ്പെട്ടിയും അല്ലെങ്കിൽ ലൈറ്റർ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുക. കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എത്ര ദിവസം ചെയ്യണമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഒരു 21 days ആണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഈ 21 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കോള് മാനിഫെസ്റ്റ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചില ആളുകൾക്ക് ചെയ്ത് തുടങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ കോൾ മാനിഫെസ്റ്റ് ആവും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു 7 days എടുക്കും. ആ ഒരു കറക്റ്റ് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഒക്കെ കണക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കും. എന്തായാലും മാക്സിമം പോയാൽ 21 days, മിനിമം നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒറ്റ തവണ ചെയ്ത് 24 hourനുള്ളിൽ റിസൾട്ട് കിട്ടുന്നവരും ഉണ്ട്. അപ്പം അത്രയും പവർഫുള്ളാണ്. നമുക്ക് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് ചെയ്യേണ്ടത് രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപാണ്. ഏതെങ്കിലും ഒരു ടൈം ഇപ്പം തന്നെ ചൂസ് ചെയ്യുക. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക. ഇങ്ങനത്തെ പൊട്ടുന്ന ടൈപ്പ് ഗ്ലാസ് ആയിരിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം എടുത്തതിന് ശേഷം ടേബിളിന് മുകളിൽ വെക്കുക. എന്നിട്ട് ആ വെള്ളത്തിലോട്ട് നോക്കിക്കൊണ്ട്, വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാം, നോ പ്രോബ്ലം. നിങ്ങൾ പറയേണ്ടത് ആരിൽ നിന്നാണോ നിങ്ങൾ കോള് പ്രതീക്ഷിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ വിളിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്. സെൻറ്റൻസ് ഞാൻ പറയാം. ഒരു ഉദാഹരണമായിട്ട് ഒരു പേര് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പേര് യൂസ് ചെയ്യാണ്, കൈന എന്നുള്ള പേര്. അപ്പോൾ കൈന സ്ഥിരമായി എന്നെ ഫോണിൽ വിളിക്കുന്നു എന്നുള്ളതാണ് സെൻറ്റൻസ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ നിങ്ങൾ ആ പേരൊന്ന് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അത് ഒരു 33 times നിങ്ങൾ ഈ വെള്ളത്തിൽ നോക്കിയിട്ട്, പച്ചവെള്ളമാണ് എടുക്കേണ്ടത്, വെള്ളത്തിൽ നോക്കിയിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുക. ഓക്കെ, പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ വെള്ളം കുടിക്കുക. ഇതിലിപ്പോൾ വെള്ളമില്ല, അതുകൊണ്ട് ഞാൻ കുടിക്കുന്നില്ല. വെള്ളമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ വെള്ളം ഉണ്ടായിരിക്കും, അതിൽ പറഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കുക. അപ്പോൾ ചില ആളുകൾ പകുതി കുടിച്ച് കളയും. അങ്ങനെ വേണ്ട, നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുന്ന അത്ര വെള്ളം. ചില ആളുകൾ ഇപ്പോൾ വലിയ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ മുഴുവനായിട്ട് കുടിക്കാൻ പ്രയാസമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് വെള്ളം എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വെള്ളം മുഴുവനായിട്ടും നിങ്ങൾ കുടിക്കണം എന്നുള്ളതാണ്. 33 തവണയാണ് ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് പറയേണ്ടത്. ഇത്രയും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ സാറേ എന്തിനാ നമ്മൾ ക്യാൻഡിലൊക്കെ വേണമെന്ന് പറഞ്ഞു എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യേണ്ടത്, ഞാൻ രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ടൈമിംഗ് ഇരുട്ടുള്ള സമയമായിരിക്കും. രാവിലെ എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ആണ്, ഒരു സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഏകദേശം നമ്മൾ റൂമിലൊക്കെ ഒരു ഇരുട്ടുണ്ടായിരിക്കും. ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുക. ഈ പ്രോസസ്സ് കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പാണ്. മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് അതിലോട്ട്, ആ തീനാളത്തിലോട്ട് ഒരു 5 minute കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കുക. കണ്ണുകൾ ഇമ്മ വെട്ടാതെ മാക്സിമം നോക്കുക. ചിലപ്പോൾ ഒരു 50 സെക്കൻഡ്, 1 minute ഒക്കെ ആകുമ്പോൾ കണ്ണുകൾ ഇമ്മ വെട്ടും. അത് ചില ആളുകൾക്ക് 30 സെക്കൻഡ് ആകുമ്പോഴേക്കും ഇമ്മ വെട്ടാറുണ്ട്. നോ പ്രോബ്ലം. മാക്സിമം ഇമ്മ വെട്ടാതെ പിടിച്ചു നിൽക്കുക. നന്നായിട്ട് കടയുന്ന സമയത്ത് ഒന്ന് ഇമ്മ വെട്ടിയതിന് ശേഷം, ഒന്ന് ഇമ്മ വെട്ടിയതിന് ശേഷം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ആ ലൈറ്റിൽ തന്നെ ഗേസിങ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഏകദേശം ഒരു 5 minute, വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈം നോക്കാം വാച്ചിൽ, നോ പ്രോബ്ലം. അങ്ങനെ ഒരു 5 minute ശ്രദ്ധിക്കുക. ഏകദേശം 5 minute ആയി കഴിയുമ്പോൾ, ഇനി ഇത് 5 എന്നുള്ളത് 6 ആയാലോ 5 minute എന്നുള്ളത് 4.5 minute ആയാലോ നോ പ്രോബ്ലം. ഒരു ആവറേജ് ആണ് പറയുന്നത് 5 minutes. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നോക്കിക്കഴിഞ്ഞ് ടൈമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ കണ്ണുകൾ അടക്കുക. പിന്നെ നിങ്ങൾ കണ്ണുകൾ തുറക്കരുത്. കണ്ണുകൾ അടച്ചതിന് ശേഷം നമ്മൾ ആദ്യം വെള്ളത്തിൽ നോക്കി പറഞ്ഞിട്ടുള്ള ആ ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, കൈന ദിവസേന എന്നെ ഫോണിൽ വിളിക്കുന്നു എന്നുള്ള സെൻറ്റൻസ്, ആ സെൻറ്റൻസ് ഒരു 7 തവണ നിങ്ങൾ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. അത് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സിലോട്ട് പോവുകയാണ്. മാക്സിമം ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ അടിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. കയ്യിൽ ഫോൺ വേണമെന്നൊന്നുമില്ല, നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾ ആ ഫോൺ പോയി എടുക്കുന്നു,
ഇന്ന വ്യക്തി അയാളുടെ പേര് എങ്ങനെയാണോ സേവ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആയിട്ട് കാണുക. അതിനുശേഷം നിങ്ങൾ ആ കോൾ ബട്ടണിൽ അമർത്തുന്നു, ആ കോൾ എടുക്കുന്നു. ഇതൊക്കെ മനസ്സിൽ കണ്ടാൽ മതി. നിങ്ങളിപ്പോൾ എവിടെയാണോ ആ മെഴുകുതിരിയുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും, അവിടെ തന്നെ ഇരുന്നിട്ടാണ് വിഷ്വൽ ചെയ്യേണ്ടത്. അങ്ങനെ കോൾ എടുക്കുന്നു, നിങ്ങൾ സംസാരിക്കുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുന്നു. അവർ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള രീതിയിലാണ്, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അത് മാക്സിമം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 2 to 3 minutes അത് മാക്സിമം ഫീൽ ചെയ്തതിന് ശേഷം നിങ്ങൾ കോള് കട്ട് ചെയ്യുന്നു, ടേബിളിൽ വെക്കുന്നു, അടുത്ത ദിവസം വിളിക്കാം എന്നുള്ള രീതിയിൽ കമൻ്റൊക്കെ അങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം കണ്ണുകൾ പതിയെ ഓപ്പൺ ചെയ്യുക. പതിയെ ഓപ്പൺ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഈ ക്യാൻഡിൽ എന്ത് ചെയ്യാൻ, കെടുത്താൻ. അതിന് മുമ്പായിട്ട് നിങ്ങൾ ക്യാൻഡിൽ എന്ത് ചെയ്യരുത്, കെടുത്തരുത്. വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്തും ആ ക്യാൻഡിൽ അവിടെ തന്നെ കത്തിക്കോട്ടെ. അപ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. റൂമിലാവുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ഇതിൽ ഈ ക്യാൻഡിൽ ഗേസിങ് തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് മൈൻഡ് കാമാവാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു 10 ബ്രീത്തിങ് ആഡ് ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും. കാരണം ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ പല ആളുകളും ചിന്തിക്കും, എന്തിനാണ് നമ്മളിപ്പോൾ ഈ ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെക്കുന്നത്? അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ തേർഡ് ഐയുടെ പവർ ഭയങ്കരമാണ്. നിങ്ങൾക്ക് ആ ഒരു എനർജി കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആ ക്യാൻഡിലിൽ ഇങ്ങനെ ഗെയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു തേർഡ് ഐ ചക്ര അത് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യും. അത് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഭയങ്കര ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി കിട്ടുക മാത്രമല്ല, അത് ഫീൽ ചെയ്യാനും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കടത്തിവിടാനും ഒപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ നമുക്കുണ്ടാകുന്ന ആ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി മാക്സിമം പോസിറ്റീവ് ആക്കിയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് ഔട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ടാണ് ആ ഒരു ക്യാൻഡിൽ ഗേസിങ് ചെയ്തതിന് ശേഷം വിഷ്വലൈസേഷൻ പ്രോസസ്സിലോട്ട് പോകണം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, വാട്ടർ അല്ലേ. ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വാട്ടറിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ് കോൺഷ്യസ്ലി എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻ ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിച്ചാൽ മതി. വെള്ളത്തിന് അത്രത്തോളം പവറുണ്ട്. കാരണം നമ്മുടെ ബോഡിയിൽ തന്നെ 85% അല്ലെങ്കിൽ 75% വെള്ളമാണെന്നാണ് പറയുന്നത്. വെള്ളത്തിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമുണ്ട്, വെള്ളത്തിന് പറയാനുള്ളത് എന്ന് പറയുന്ന ഒരു പുസ്തകം മലയാളത്തിൽ അവൈലബിൾ ആണ്. അത് പറ്റാവുന്ന ആളുകളൊക്കെ വായിക്കുക. നമുക്ക് സബ് കോൺഷ്യസ്ലി എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻ ചെയ്യപ്പെടാൻ നമുക്ക് വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്പിരിച്വൽ ഗുരുക്കന്മാർ, അത് ഏത് മതത്തിലാണെങ്കിലും അവർ വാട്ടറിൽ ധാരാളം തെറാപ്പീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ ഊതിയിട്ടും അതിൽ മന്ത്രിച്ചിട്ടും അങ്ങനെയൊക്കെ അല്ലേ. നമ്മൾ പലപ്പോഴും പല റിലീജിയനിലും അത്തരത്തിലുള്ള ഹീലിംഗ് മെത്തേഡുകൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് വെള്ളത്തിന് അത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ ആ വളരെ പവർഫുൾ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് വാട്ടർ, പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തത് നമ്മുടെ തേർഡ് ഐ പവറുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഈ ഒരു ക്യാൻഡിൽ ഗേസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 കൂടി അപ്ലൈ ചെയ്യുകയും നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു തോട്ട്, ഇന്ന വ്യക്തി എന്നെ ദിവസേന വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള തോട്ട് കൂടി നമ്മൾ ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ പോവുകയും ഇത് വർക്കാവുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ നൈറ്റ് നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിലാണ്. മോർണിംഗിൽ ചെയ്യുമ്പോൾ അത്രത്തോളം റിസൾട്ട് ഇല്ല എന്നുള്ളതല്ല പറയുന്നത്, പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നൈറ്റാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. നിങ്ങൾക്ക് റിസൾട്ട് ഒന്നുകൂടി ഫാസ്റ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ പറ്റാവുന്ന ആളുകളൊക്കെ ഇത് മാക്സിമം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡു ഇറ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മടിക്കാതെ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴ്സിലോട്ടും നമ്മുടെ കോച്ചിങ് പ്രോഗ്രാമിലോട്ടൊക്കെ ധാരാളം ആളുകൾ വരുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു 10 വർഷത്തോളമായി ഈ ഒരു സർവീസ് ആരംഭിച്ചിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അതിൽ ആയിരക്കണക്കിന് ആളുകളുടെ ഫീഡ്ബാക്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറ്റാവുന്ന ആളുകൾക്ക് മുകളിൽ കാണുന്ന ആ ലവ് മാസ്റ്ററി 5 എന്ന് പറയുന്ന ആ പേജിൽ പോയിട്ട് ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്, വായിക്കാവുന്നതാണ്.
എന്നിട്ട് ട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കോച്ചിങ്ങിലോട്ട് വരിക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും കട്ടക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.